വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. നമ്മളിത് റോസ് മിൽക്കിൻ്റെ ഫ്ലേവറിലാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടി സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ജസ്റ്റ് ഒന്ന് ഒരല്പം ഓയിലോ ബട്ടറോ തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്ലേസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം ജസ്റ്റ് ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ പൊടികൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എഗ്ഗാണ്. ഞാനിപ്പോൾ ഒരു 2 ചെറിയ എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗ് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ എടുക്കണം. അത് നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഒക്കെ എടുത്ത് നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തുങ്ങായിട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്തുങ്ങായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗും പഞ്ചസാരയും നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. റോസ് സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ടൊരു 1/2 ടീസ്പൂൺ റോസ് എസൻസോ അതല്ലെങ്കിൽ റോസ് മിക്സോ ചേർത്ത് കൊടുത്താലും മതി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടികൾ കുറച്ചായിട്ട് ചേർത്തുകഴിഞ്ഞിട്ട് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അധികം ബീറ്റ് ചെയ്യേണ്ട. പിന്നെ നല്ലൊരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് പിങ്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരു 25 മിനിറ്റോളം എടുത്തു ഇത് ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ക്യൂവേഴ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മിൽക്ക് കേക്കിലേക്കുള്ളൊരു ക്രീം മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വിപ്പ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വിപ്പ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് നല്ല തണുത്ത പാലാണ്. പിന്നെ നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നതിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മുടെ കേക്കും നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൽ ഒരു സ്ക്യൂവേഴ്സോ അതല്ലെങ്കിൽ ഇതുപോലത്തെ വല്ല ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ കേക്കിൽ നന്നായിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്രീമിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീം ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്തും ഒഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഫോയിൽ പേപ്പർ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വിപ്പ് ക്രീം തയ്യാറാക്കിയെടുക്കുക. വിപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനുള്ള പാത്രവും ബീറ്ററും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊരു 10-15 മിനിറ്റോളം നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വിപ്പ് ക്രീം തയ്യാറാക്കിയെടുക്കുന്നത് വിപ്പ് ക്രീം പൗഡർ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡ്രീം വിപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ വിപ്പ് ക്രീം പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു 4 പാക്കറ്റ് ഉണ്ട്. അതിലൊരു 2 പാക്കറ്റ് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 ചെറിയ പാക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അത് നമുക്ക് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് നല്ല തണുത്ത പാൽ കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് എന്നൊന്ന് തിക്കായിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പ് ക്രീമൊക്കെ നന്നായിട്ട് തിക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പ് ക്രീം വെച്ച് കഴിഞ്ഞിട്ട് ഈ കേക്ക് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോർമൽ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ 2 ലെയറായിട്ടൊന്നും ക്രീം ആക്കി കൊടുക്കേണ്ട. ജസ്റ്റ് മുകൾ ഭാഗത്ത് മാത്രം നമുക്ക് ക്രീം ആക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു ഡിസൈനാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് വിപ്പ് ക്രീം വെച്ചിട്ട് ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ് മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ക്രീം മിക്സും കൂടി ചേർത്ത് ഇത് കഴിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെസിപ്പിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്